മലപ്പുറത്തെ കോൺഗ്രസ് നേതാവായിരുന്ന പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് സംസ്ഥാന നേതൃത്വം. സമൂഹമാധ്യമങ്ങൾ വഴി പ്രതികരണം നടത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ്. അഷ്കർ അലി വിശദാംശങ്ങളുമായി. നേരത്തെ ലീഡർ കെ കരുണാകരൻ്റെ പരിപാടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ലീഡർ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഗവർണറെ അറിയിക്കുകയായിരുന്നു എന്ന് കെ മുരളീധരൻ തന്നെ ഈ അടുത്ത ദിവസം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ പി.ടി. ഗവർണറോടുള്ള ഗവർണറെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയുമായി സംഘാടകർ മുന്നോട്ട് പോവുകയാണോ അഷ്കർ? നികേഷ്, പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണത്തിലേക്ക് ഗവർണറുമായി പങ്കെടുക്കുന്ന പരിപാടിയിൽ സംഘാടകർ അഥവാ UDF മലപ്പുറം ജില്ലാ ചെയർമാൻ കൂടിയായിട്ടുള്ള പി.ടി. അജയമോഹൻ അടക്കം പി.ടി. മോഹനകൃഷ്ണന്റെ മകനായിട്ടുള്ള പി.ടി. അജയമോഹൻ അടക്കം സംഘാടകരൊക്കെ തന്നെ ആ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം അവർ നൽകുന്ന വിശദീകരണം ഇതിന് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇത് കോൺഗ്രസ് നടത്തുന്ന പരിപാടിയല്ല, മറിച്ച് ട്രസ്റ്റിന്റെ പരിപാടിയാണ്. നേരത്തെയും സമാനമായ രീതിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും വ്യത്യസ്ത ആശയധാരയിലുള്ള ആളുകളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഒരുപോലെ സമീപനം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് പി.ടി. മോഹനകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘാടകരുടെ നിലപാട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂറാണ് കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. സംഘപരിവാർക്ക് സർവകലാശാലകളിൽ പച്ചപരവതാനം വിളിക്കുന്ന അല്ലെങ്കിൽ ശാഖാപ്രമുഖ ആകേണ്ട ഒരു വ്യക്തിയെ അങ്ങനെ ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ വേദിയിലേക്ക് ആനയിക്കരുത് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. പക്ഷേ വിമർശനം വന്ന് ഒരു ദിവസം പിന്നീട് മുമ്പ് തന്നെ വീണ്ടും വാർത്തകൾ മാധ്യമങ്ങളുടെ വാർത്തകളായതോടെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് പൂർണ്ണമായും സംസ്ഥാന നേതൃത്വം വിലക്കിടുകയാണ്. അത്തരത്തിൽ പൊന്നാനിയിലെ ഈ എരമംഗലത്ത് വെച്ച് നടക്കുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും മാധ്യമങ്ങൾ വഴിയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഒന്നും തന്നെ ഇനി പ്രതികരിക്കരുത് എന്നാണ് ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ പല പ്രതികരണങ്ങളും ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ഒരു ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അകത്താണ് പറയേണ്ടത്. അതല്ലാതെ അത് മാധ്യമങ്ങൾ വഴിയോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ അങ്ങനെ പുറത്തു പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുന്നറിയിപ്പുകളില്ലാതെ തന്നെ സംഘടന നടപടിയെടുക്കും. ആരെങ്കിലും വസ്തുനിഷ്ഠമായ പരാതി നൽകുകയാണെങ്കിൽ അവർക്ക് നടപടികൾ എടുത്തതിന് ശേഷം മാത്രമേ അവരുടെ വിശദീകരണം കേൾക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് കൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എല്ലാ ജില്ലയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പൊന്നാനിയിൽ ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസിനെ പൂർണ്ണമായും പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും സംസ്ഥാന നേതൃത്വം വിലക്കിയിരിക്കുകയാണ്. നികേഷ്, അഷ്കറാണ് വിശദാംശങ്ങൾ.